2024-25 സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത്. ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ആരും പേരിൽ എടുക്കുക അല്ല, പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുക. GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും GST ബാധ്യതയും എല്ലാം ഇവർക്ക് വരും. ഇവര് GST അടക്കില്ല. അങ്ങനെ 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസ് ആണ്, GST ഇന്റലിജൻസ് ആണ്. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. 2, ഇതിൽ ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല GST ഒഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോകണമെന്നാണ്. ഈ പാവപ്പെട്ടവര്. നമ്മുടെ ചോദ്യം, ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ഐസ്ബർഗ്. വലിയൊരു തട്ടിപ്പിന്റെ ഒരറ്റം മാത്രമാണ് പൂന GST ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചു. ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട്? 2, ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിന്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല? 200 കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല? 4, ഇത്രയും വിവരം കിട്ടിയിട്ടും GST രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? വെറും ടാക്സ് തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റ മോഷണം കൂടിയാണ്, ഡാറ്റ തഫ്റ്റാണ്. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടിവെക്കാൻ, പുറത്തറിയാതെ മൂടിവെക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണം.